ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ആയുർവേദ പാക്ക് തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ വന്നവർക്കും അതുപോലെ തന്നെ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ കറുത്ത കുത്തുകളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, ഒരു ബ്ലാക്ക് സ്പോട്ട് പോലെ വന്നിട്ട് അത് നിറയുന്നതാണ് ഈ പിഗ്മെൻറ്റേഷൻ കരിമങ്ങലെന്നൊക്കെ പറയണത്. അതുപോലെ നമ്മുടെ ചേട്ടന്മാർക്ക് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നെറ്റിയുമലൊക്കെ ഒരു പാടൊക്കെ ഉണ്ടാവും, കറുത്ത പാടുകളൊക്കെ, അതൊക്കെ സിമ്പിളായിട്ട് കളയാൻ പറ്റണ ഒരു പാക്ക് തന്നെയാണ് ഇത്. അതല്ലാത്തവർക്കും ഇടാം കേട്ടോ, ഒരു കുഴപ്പമില്ലാത്തൊരു പാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യമായിട്ടൊക്കെ വേണ്ടത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ്, പിന്നെ ഇരട്ടി മധുരം. ഇതൊക്കെ നമുക്ക് ആയുർവേദ കടകളിൽ, അങ്ങാടി കടകളിൽ, പച്ചമരുന്ന് കടയിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് നല്ല ഉറപ്പുള്ള കടകളിൽ നിന്ന് മേടിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മഞ്ചിഷ്ട പൊടിയാണ്. മഞ്ചിഷ്ടയുടെ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. മഞ്ചിഷ്ട പൊടിയും റോസ് വാട്ടർ മിക്സ് ചെയ്ത് മുഖത്തിട്ടാലും നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പച്ചപ്പാലിലാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കണത്. അപ്പോൾ ഈ 3 പൊടികളും ഓരോ ടീസ്പൂൺ വീതം ഇട്ടിട്ട് ആവശ്യത്തിന് പാലൊഴിച്ച് വല്ലാത്ത ലൂസാവാത്ത രീതിയിൽ ഒരു ക്രീം പോലെയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതാണ് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കേണ്ടത്. അത് തേച്ച് നമുക്കൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മുഖം നല്ല വൃത്തിയിൽ കഴുകി വന്നിട്ടൊക്കെ വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ്, അതില്ലാത്തവർക്കും നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ. ഒത്തിരി പേര് നാച്ചുറൽ പാക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പൊടികളൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. പക്ഷേ മഞ്ചിഷ്ട പൊടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം രക്തചന്ദനം കൂടി മിക്സ് ചെയ്തിട്ടിട്ടാലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ ഇതൊക്കെ വാങ്ങുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള ഓവങ്ങളുടെ കടയിൽ നിന്നാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ കൂടുതലും ഇപ്പോൾ നമ്മുടെ നാച്ചുറൽ പാക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മുടെ മുഖത്തേക്കൊക്കെ ഇടുമ്പോൾ നല്ല ശ്രദ്ധിച്ചിടണ്ടേ. അപ്പോൾ അത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാകുമ്പോൾ ചെയ്യണ കാര്യങ്ങൾക്ക്, ഇപ്പോൾ നമ്മൾ ഹെയർ പാക്ക് ആയാലും അത് ഡൈയുടെ ചെയ്താലും നല്ല റിസൾട്ട് അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒരിക്കൽ ഒരു കുട്ടി ചോദിച്ചായിരുന്നു രക്തചന്ദനത്തിൻ്റെ പൊടി എങ്ങനെയാണ് ചേച്ചി പാക്ക് ഇടാന്നുള്ളത്. ഇപ്പോൾ ആ കുട്ടി കാണുകയാണെങ്കിൽ അവൾക്ക് കൂടി ഒരു സന്തോഷമാവട്ടെ. ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു പാക്ക് മാത്രം ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടില്ല. മഞ്ചിഷ്ടയുടെ പാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ രക്തചന്ദനത്തിൻ്റെ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതെനിക്ക് പുറത്തുനിന്ന് അങ്ങനെ മേടിക്കാനുള്ളൊരു പേടിയായിരുന്നു. അത് ഏതാ ഒറിജിനലായിട്ട് കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പക്ഷേ ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം, ധൈര്യമായിട്ട് നമ്മുടെ മുഖത്ത് ഇടുകയും ചെയ്യാം. കണ്ട, ഇപ്പോൾ ഒരു ക്രീം പരുവത്തിലേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനാണ് കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമ്മൾ ആക്കാൻ പറഞ്ഞത് കേട്ടോ. പച്ചപ്പാൽ തന്നെ വേണം. നമ്മുടെ മുഖത്തൊക്കെ നല്ല രീതിക്ക് തേച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കഴുകിക്കളയാം, സാധാ വെള്ളത്തിൽ കഴുകിക്കളയുക. അടിപൊളി റിസൾട്ട് തന്നെയാണ്. ഇത് ആഴ്ചയിൽ ഒരു 2-3 വട്ടമൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താലാണ് നമുക്ക് പിഗ്മെൻറ്റേഷൻ വന്നിട്ടുള്ളവർക്ക് അത് പോകാനുള്ള ഒരു സാധ്യതയുള്ളൂ. ഒരു ദിവസം ഇട്ടുകൊണ്ട് മാറുമൊന്നുമില്ല. അപ്പോൾ ആ രീതിക്കൊക്കെ നിങ്ങൾ ചെയ്യാം കേട്ടോ. ചിലവർ ചിലപ്പോൾ ഒരു പാക്ക് ഒരു ദിവസം ഇട്ടിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാത്തവരുണ്ട്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മുഖത്ത് ഇടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.